ഹായ്, നമസ്കാരം. റിട്ടയർമെന്റ് ഫണ്ടുകൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പണ്ടത്തെ പോലെ ഒരു പെർമനന്റ് പെൻഷൻ പ്ലാനുകളൊന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ സർക്കാർ ജോലികളും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെയൊക്കെ പങ്കാളിത്ത പെൻഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും എന്നാണോ ജോലി കിട്ടുന്നത് അന്ന് മുതൽ തന്നെ നമ്മുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ നിക്ഷേപങ്ങളാണെങ്കിൽ പോലും അത് റിട്ടയർമെന്റ് ആവുന്ന സമയത്തേക്ക് ഒരു 55, 57, 60 വയസ്സ് ആകുന്ന സമയത്തേക്ക് അതൊരു വലിയ ഫണ്ടായിട്ട് മാറുകയും അത് നമ്മളെ ജീവിതകാലം മുഴുവൻ പിന്നീട് അങ്ങോട്ട് നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനും നമുക്ക് പറ്റും. കാരണം ഇന്നൊരു ജോലി കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളുടെ മാതാപിതാക്കള് വളർന്നു വന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെന്റ് കാലഘട്ടങ്ങളോ അല്ല ഇനി അടുത്ത 10-30 വർഷം കഴിയുന്ന സമയത്തേക്ക് നമുക്ക് വരുന്നത്. കാരണം ഇന്ന് നമുക്ക് വരുമാനം കൂടിയിട്ടുള്ള പോലെ തന്നെ എക്സ്പെൻസുകൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് കൂടിയിട്ടുണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണം. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാ മക്കളും ചിലപ്പോൾ മാതാപിതാക്കളെ വേണ്ട രീതിയിൽ നോക്കിക്കൊള്ളും അല്ലെങ്കിൽ അവർക്ക് കെയർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളുടെ റിട്ടയർമെന്റ് ആകുന്ന സമയം മുതൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓരോ മാസവും നമുക്കൊരു നിശ്ചിത തുക നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വേണം. അപ്പൊ അത് നമ്മൾ ഇന്ന് തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലാണ് നടപ്പാക്കാൻ പറ്റുക. അപ്പൊ എവിടെയെങ്കിലും കുറച്ച് പണം നിക്ഷേപിക്കുക എന്നുള്ള അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് നമ്മളൊരു നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വരുമാനത്തിന്റെ ഒരു 10 അല്ലെങ്കിൽ 15% ഉള്ളിൽ വരുന്ന ഒരു എമൗണ്ട് നമ്മൾ ജോലി കിട്ടിയ ആദ്യത്തെ മാസം മുതൽ തന്നെ റിട്ടയർമെന്റ് ഫണ്ടിനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു സേവിങ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഒപ്പം തന്നെ റിട്ടയർമെന്റ് ഫണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ എവിടെ നിക്ഷേപിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം. ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഏത് ഓപ്ഷൻസ് ആണെങ്കിലും നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോവല്ലേ വേണ്ട, അത് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. കാരണം കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ നിക്ഷേപങ്ങളെല്ലാം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിട്ടേൺ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മറ്റൊന്നിലേക്ക് മാറ്റിയിടണമെങ്കിലോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കണമെങ്കിലോ ഒക്കെ നമ്മൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നല്ല റിട്ടേൺ തരുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പദ്ധതികളിലായിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അവിടെ നല്ല റിട്ടയർമെന്റ് പ്ലാനുകൾ നോക്കി സെലക്ട് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം. അപ്പൊ അത് 2-3 തരത്തിൽ നമുക്ക് നിക്ഷേപ സാധ്യതകളെല്ലാം നോക്കി വിലയിരുത്താം. കാരണം ഒരേ ഭാഗത്ത് തന്നെ നിക്ഷേപിക്കണം എന്നല്ല പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ നിക്ഷേപം കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്പം ക്ഷീണം വന്നു കഴിഞ്ഞാലും അടുത്തത് നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാൻ കഴിയും. അപ്പൊ അവിടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിട്ടയർമെന്റ് ഇൻകം എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. താങ്ക് യു.